ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഫസീല വ്ളോഗ്. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇവിടെ വീട്ടിലുള്ള ചായമാൻസയാണ് കേട്ടോ ഇത് പോഷകസമ്പുഷ്ടമായ ഒരു ഇലച്ചെടിയാണ്. ഇതിൻ്റെ ജന്മദേശം മെക്സിക്കോയാണ് കേട്ടോ. കപ്പയുടെ ഇല പോലെ തന്നെയാണ് ഇതിൻ്റെ ഷേപ്പൊക്കെ ഇരിക്കുന്നത്. കാൽസ്യം, മഗ്നീഷ്യം, അയൺ ഇവയെല്ലാം അടങ്ങിയിരിക്കുന്നുണ്ട്. രക്തയോട്ടം വർദ്ധിക്കുന്നത് വഴി ഹാർട്ട് ഡിസീസ് കുറയാനും വെരിക്കോസ് വെയിൻ മാറാനും ഇത് കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. എല്ലിനും പല്ലിനും ആരോഗ്യം ഉണ്ടാവാനൊക്കെ ഇത് പല രീതിയിൽ ഉണ്ടാക്കി കഴിക്കുന്നത് നല്ലതാണ്. ഇതൊക്കെ ഞാൻ ഇന്ന് പറിച്ചെടുത്താണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകി പ്രാണികളോ പൊടിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് നന്നായിട്ട് കഴുകിയെടുക്കണം. ഇതുപോലെ കുനുകുനാ അരിഞ്ഞെടുക്കണം. ഇനി നമുക്ക് പാനിൽ കുറച്ച് എണ്ണയൊഴിച്ച് കടുക് പൊട്ടിച്ചെടുക്കാം. പിന്നെ വെളുത്തുള്ളി, ചുവന്നുള്ളി ഇവയൊക്കെ അരിഞ്ഞിട്ട് കൊടുക്കാം. ഇനി ഞാൻ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് ചായമാൻസ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ട് വന്ന് ഇനി നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇനി തേങ്ങ ചിരവിയതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചീര റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചീരയാണ് കേട്ടോ. ഗുണങ്ങളിൽ വളരെ ഉയർന്നതുമാണ്.